பார்க்காதே பார்க்காதே பஞ்சாங்கத்தை பார்க்காதே தள்ளாதே தள்ளாதே தாவணியே தள்ளாதே கிள்ளாதே கிள்ளாதே கிளி மனசே கிள்ளாதே கொல்லாதே கொல்லாதே டீனேஜே கொல்லாதே வாழ்க்கை வாழத்தானே பார்க்காதே பார்க்காதே பஞ்சாங்கத்தை பார்க்காதே கொல்லாதே தள்ளாதே தாவணியே தள்ளாதே கிள்ளாதே கிள்ளாதே கிளி மனசே கிள்ளாதே கொல்லாதே கொல்லாதே டீனேஜே கொல்லாதே வாழ்க்கை வாழத்தானே. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 103 ഇന്നത്തെ കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കലാഭവൻ നാരായണൻകുട്ടി ചേട്ടൻ മഹാനായ ജോബി. After the great consideration, I came to the conclusion that the matriculation examination is the both. ഇന്ന് ഞാനായിരിക്കില്ല ആ നായിക. നോർത്തിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്, ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. രാത്രിയും പകലും പോണതറിയാതെ, പേപ്പർ വായിക്കാതെ, TV കാണാതെ, മൊബൈൽ ഉപയോഗിക്കാതെ ഒരു കഷ്ടകാലം എനിക്കുണ്ടായി. കൊലയാളികളായില്ലേ ഞങ്ങൾ. മലയാള സിനിമകളിൽ ഏകദേശം 200-ലധികം ചിത്രങ്ങളിലൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു മുഖവും ശബ്ദവും അഭിനയമൊക്കെ ഒരു വേറിട്ട് നിൽക്കുന്ന, എപ്പോഴും അങ്ങനെ എപ്പോഴും നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വമുള്ള എല്ലാ ആക്ടേഴ്സിനെ എടുത്തു നോക്കിയാലും അവരെ പോലെ വേറൊരാളും ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാൻ തോന്നുന്നു എനിക്ക് ഈ ചേട്ടനെയും. ഒരുപാട് വർഷങ്ങളായിട്ട് മലയാള സിനിമയിലുള്ളതും മിമിക്രിയിലൂടെ നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ സിനിമകളിലാണെങ്കിൽ തന്നെ കോമഡി വേഷങ്ങൾ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സ്വന്തം കൊച്ചിക്കാരനായ നാരായണൻകുട്ടി ചേട്ടനെ, കലാഭവൻ നാരായണൻകുട്ടി ചേട്ടനാണ് നമുക്ക് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു കലാഭവൻ നാരായണൻകുട്ടി. ഞാൻ ചേട്ടനെ അങ്ങനെ ഇതുവരെ ഒന്ന് ഫ്രണ്ടിലോട്ട്, ചേട്ടനൊന്നും പുറകെ നിൽക്കേണ്ട ആൾക്കാരല്ല ചേട്ടാ, നിങ്ങളൊക്കെ ഫ്രണ്ടിൽ നിന്ന് നയിക്കേണ്ട ആൾക്കാരാണ്. അത് ശരിയാണ്, ശരിയാ. പുതിയതായിട്ട് വന്ന വീട്ടില് ഗസ്റ്റ് ആണ്, ചേട്ടനെ വഴി കാണിച്ച ഒരു വീട്ടിൽ ഇന്ന സ്ഥലത്താണ് ബാത്റൂം, ഇന്ന സ്ഥലത്താണ് റൂം എന്നൊക്കെ കാണിച്ചു തരാണ് നമ്മുടെ കടമയാണ്. അതാണ് നാരായണൻകുട്ടി ചേട്ടൻ. ചേട്ടന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെടുന്നത് എന്തായിരിക്കും എല്ലാവരും ചേട്ടനോട് പറയാവുന്നത്? മുടിയാണോ, മുഖമാണോ, കവിളാണോ, മൂക്കാണോ, ചുണ്ടാണോ? അത്രയും വരെ മതിയിട്ടാ. എല്ലാവർക്കും എൻ്റെ ശബ്ദമാണ്. അത് തന്നെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതാണ് ഞാൻ പറഞ്ഞത്, ചേട്ടനെ പോലെ മറ്റൊരാളില്ല. കാരണം ഇനി ഉണ്ടാവും തന്നെ ചേട്ടന്റെ പിള്ളേരെ ഉണ്ടാവുള്ളൂ. എനിക്ക് ഒരു മോളേ ഉള്ളൂ. ഒരു മോള്. പക്ഷെ ആ കൊച്ചിന് ഈ ശബ്ദം വരത്തില്ല, കാരണം അത് ആണുങ്ങളുടെ ശബ്ദം പെൺകൊച്ചിന് വരത്തില്ലല്ലോ. എന്നെക്കാളും വലിയ നാക്കാണ് അവൾക്ക്. അതങ്ങനെ 10 ഗുണം 10 ഗുണം അങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല, എന്നെ ഐഡന്റിഫൈ ചെയ്യുന്ന ഈ ശബ്ദം വെച്ചിട്ടാണ്. ചില സ്ഥലത്ത് ഞാൻ പോയി എന്നെ ആർക്കും അറിയില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയും, ഇന്നാളല്ലേ, അങ്ങനെ അറിയുന്നവരുണ്ട്. അതെ, അപ്പൊ ഫോണിൽ കൂടെ ചേട്ടൻ ആരെയും പറ്റിക്കാൻ ചേട്ടൻ ഒരിക്കലും സാധിക്കത്തില്ല. പക്ഷെ നല്ലൊരു മിമിക്രിക്കാരനായിട്ട് ഏത് ശബ്ദത്തിലും പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്കറിയാം. തെളിയിച്ചിരിക്കുന്നു, എത്രയോ തെളിയിച്ചിരിക്കുന്ന ഒരു വലിയ കലാകാരൻ. ഇനി ഈ കലാകാരന് കൂട്ടായിട്ട് മറ്റൊരു വലിയ കലാകാരൻ, വലിപ്പത്തിൽ ഒരു പക്ഷേ ഇത്തിരി ചെറുതാണെങ്കിലും അദ്ദേഹത്തിന്റെ കഴിവിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ വലിയൊരു കലാകാരൻ തന്നെയാണ്. ഒരുപാട് നാളുകളായിട്ട് മിമിക്രി വേദികളിൽ നിന്നും കലോത്സവ വേദികളിൽ നിന്നും ഒക്കെ നമുക്ക് അത്രയും സുപരിചിതനായ ഒരു വ്യക്തിയാണ് മഹാനായ ജോജി എന്നൊക്കെ പറയുന്നത് പോലെ മഹാനായ ജോബി. നല്ലൊരു കൈയടി കൊടുക്കുക. എന്താ സ്പിരിറ്റ് അല്ലേ, ആ ഓടി വരവ്, ആ ചാടി, നമ്മള് ഭയങ്കര ചേട്ടാ. നമ്മളൊരു ഡിറ്റക്റ്റീവ് അല്ലോ, എന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, എന്റെ ഡ്രസ്സ് കണ്ടിട്ട്. ഇല്ല, എനിക്ക് റിമി നേരത്തെ അറിയാവുന്നല്ലേ, നമുക്ക് ഒരു തെറ്റുകാരനില്ല. വെടിക്കെട്ട് തീ കൊടുത്ത പോലെയാണ് റിമിയുടെ സംസാരം. അങ്ങനെ കടകടകടകാന്ന് പൊട്ടിക്കൊണ്ടിരിക്കും, ഇടയ്ക്ക് ഓരോ ഗുണ്ട് പൊട്ടും. ആ ഗ്യാപ്പിന് വല്ലതും നമുക്ക് പറയാൻ പറ്റിയാലായി. അപ്പൊ പോവാൻ വരട്ടെ, ഒരു പാട്ട് പാടിട്ടെ നമ്മൾ അങ്ങോട്ട് പോവുള്ളൂ. ഏത് പാട്ട് പാടണം? അക്കരെ ഇക്കരെ നിന്നാലിങ്ങനെ ആശ തീരും,
നമ്മുടെ ആശ തീരും. പോകാം. അക്കരെ ഇക്കരെ നിന്നാലെങ്ങനെ ആശ തീരും, നമ്മുടെ ആശ തീരും. ഒന്നുകിൽ ആൺകിളി നീ ഇക്കരയ്ക്ക്, അല്ലെങ്കിൽ പെൺകിളി ഞാൻ ഇക്കരയ്ക്ക്. പിന്നെ ഒയിലമാലി അയലേസമാലി, ഒയിലമാലി അയലേസമാലി. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 ഇന്നത്തെ വളരെ രസകരമായ ചാറ്റ് ഷോയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആദ്യം തന്നെ നാരായണൻകുട്ടി ചേട്ടനോട് ചോദിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ? ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട മുട്ടായി ഞാൻ പറയട്ടെ, എന്താന്ന്? നാരങ്ങ മുട്ടായി. ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഞാൻ പറയട്ടെ, കമ്പിളി നാരങ്ങ. അതാണ് കമ്പിളി നാരങ്ങയ്ക്ക് നിങ്ങൾ പക്ഷേ ബുബ്ലൂസ് ഞങ്ങൾ അങ്ങനെയാ പറയുന്നത്, കോട്ടയം പാലയിലൊക്കെ അങ്ങനെയാ പറയുന്നത്. പിന്നെ ചേട്ടന് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട വെള്ളം എന്താന്ന് പറയട്ടെ, നാരങ്ങ വെള്ളം. കാരണം ഇതൊക്കെ നാരായണൻകുട്ടി ചേട്ടന്റെ പേരുമായിട്ട് സാമ്യമുള്ള വെള്ളങ്ങളാണ്. ഇനി ഞാൻ വരുന്നത് ഒരു ചെറിയ സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലാണ്. ചേട്ടൻ ഇവിടെ വന്നപ്പോഴേ പറഞ്ഞു എൻ്റെ കഷ്ടകാലം തീർന്നു എന്നൊരു വാക്ക് പറഞ്ഞു. ശരിയാ, അതെന്താണ് അങ്ങനെ പറയാൻ? അത് പറയാനുള്ള ചേട്ടൻ എന്തോ ഒരു കാര്യമുണ്ട്. ഇതൊന്നും ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചോദിക്കുന്നില്ല. ചിലർ വിചാരിക്കും എൻ്റെ വ്യക്തി താല്പര്യത്തിന് ചാനലിലെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി കൂടുതൽ സങ്കീർണമായ പ്രശ്നം അല്ലല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരുടെ ചില റൈറ്റപ്പ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. സങ്കീർണമായ പ്രശ്നങ്ങൾ 113 വലിച്ചഴിച്ച് പ്രോഗ്രാമിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി. ഒരിക്കലുമല്ല. ഇവിടെ വന്നിരുന്ന ആർട്ടിസ്റ്റുകൾ എന്നോട് പറയും, റീമി ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കും, ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയണമെന്നുണ്ട്, മനസ്സ് തുറക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള അല്ലാണ്ട് മറ്റുള്ളവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കൊട്ടിഘോഷിച്ച് എനിക്കിപ്പോൾ പൈസ ഉണ്ടാക്കി നടക്കേണ്ട കാര്യമില്ല. സത്യമല്ലേ? അത് മാത്രമേ, ഓരോ വ്യക്തിയും അവനവൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് റിമിയായിട്ട് ബന്ധമൊന്നുമില്ല. ഞാൻ പറഞ്ഞു പറയിപ്പിക്കുന്ന ഒന്നുമല്ല. റിമിയോട് അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇന്ന പോലെ ഒരു സംഭവം റിമി ചോദിക്കുമ്പോൾ അതിനൊരു വഴി ഇട്ട് തരും. ഞാനൊരു വഴിത്തിരിവാകുന്നു. ഇനി ചേട്ടൻ എന്താ അങ്ങനെ കഷ്ടകാലം കഴിഞ്ഞു എന്ന് പറയാനുള്ള? നമുക്ക് ഓരോ വ്യക്തികൾക്കും ഓരോ കഷ്ടകാലം. അതുണ്ട്. സമയം അറിയാതെ, രാത്രിയും പകലും പോണതറിയാതെ, പേപ്പർ വായിക്കാതെ, TV കാണാതെ, മൊബൈൽ ഉപയോഗിക്കാതെ ഒരു കഷ്ടകാലം എനിക്കുണ്ടായി. ഉണ്ടായി. ജയിലിലായിരുന്നു? അല്ല, ജയിലിൽ പിന്നെ സാരമില്ല. ആരെങ്കിലും ഗസ്റ്റുകളെങ്കിലും കാണാൻ വരും, സമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടും. ഇത് അതുപോലും കിട്ടൂല. അങ്ങനെ ഒരു കഷ്ടകാലം എനിക്കുണ്ടായി. ഒരു റിയാലിറ്റി ഷോ ഞാൻ നടത്തിയ മോളെ, അതിനകത്ത് ഞാനും പോയി പെട്ടു. അതൊരു വലിയ സങ്കടം. എൻ്റെ ഒരു കഷ്ടകാലം കഴിഞ്ഞു എന്നേ ഞാൻ പറയുള്ളൂ. റിയൽ ആയിട്ടുള്ള ഒരു കഷ്ടകാലം. എനിക്ക് മനസ്സിലായി ചേട്ടൻ ഉദ്ദേശിക്കുന്നത്, എനിക്ക് മനസ്സിലായി. പക്ഷേ അത് നമ്മൾ ആരെക്കുറിച്ചും ഒന്നും പറയാൻ പാടില്ല. ചാനലുകാരെ കുറിച്ച് തന്നെ മനസ്സറിഞ്ഞ് നമ്മൾ തന്നെ പോയതാണ്. അവർ പിടിച്ച് വലിച്ചുകൊണ്ട് പോയതല്ല. ചേട്ടൻ അറിയുന്നില്ല. ഈ കഷ്ടകാലം എനിക്കുണ്ടെന്നും അത് എങ്ങനെ അനുഭവിക്കണമെന്നും ഒന്നും എനിക്കറിയില്ല. കഷ്ടകാലം നേരത്തെ പറയില്ല, കഷ്ടകാലം ഉണ്ടെന്നും പറയൂല്ലോ. നമ്മൾ ആ സമയത്ത് അനുഭവിച്ചു. അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ ഞാൻ പോയി അനുഭവിച്ചു. അത് വലിയ സങ്കടം തോന്നി എനിക്ക്. ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? പെട്ടുപോയെന്ന് പറഞ്ഞാലും ഒരു ഓർമ്മപ്പെടുത്തൽ ഭയങ്കരമായിട്ട് നടന്നില്ല. ആ ഷോ ഭയങ്കര ഇതായതുകൊണ്ട് ചേട്ടൻ ഒരു ഓർമ്മ എല്ലാവരുടെ മനസ്സിലൊന്ന് നാരായണൻകുട്ടി ചേട്ടൻ വീണ്ടും അല്ലേ ഒരു നാരായണൻകുട്ടി ചേട്ടൻ എല്ലാവർക്കും അറിയാമല്ലോ. അല്ല അറിയാം, അതല്ല ചേട്ടാ, ഒരു വീണ്ടും സജീവമായിട്ട് എല്ലാ ദിവസവും വീടുകളിൽ വന്നു എന്നൊരു സംഭവം ഉണ്ട്. അത് ഇങ്ങനെ വന്നു എന്നതിന് വലിയ സങ്കടം. അതാണ് എനിക്കൊരു സങ്കടം. ക്ഷമിക്കണം. അല്ല, അത് ഈ റിയാലിറ്റി ഷോ ഹിന്ദിയിലൊക്കെ അത് പറ്റും, നമ്മുടെ മലയാളികൾക്ക് അത് പറ്റൂല. കാരണം നമ്മുടെ സംസ്കാരം വേറെയാണ്. അപ്പോൾ ഈ സംസ്കാരത്തിൽ ഇത് പറ്റാത്തത് കൊണ്ടാണ് ഒരു 80% ആൾക്കാർ അതിനെതിരെ. കാശ് വലിയൊരു ഘടകമാണല്ലോ ഏട്ടാ. അതെ, അതുകൊണ്ടാണ് പോയേ. അല്ല, നമ്മൾ കാശ് വാങ്ങിച്ചില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കാശ് വാങ്ങിച്ചു കഴിയുമ്പോൾ പിന്നെ നമുക്കൊന്നും പറയാനും പറ്റുന്നില്ല. എഗ്രിമെന്റ് ആണ് അവരുടെ, ഇത്ര ആഴ്ച എഗ്രിമെന്റ് ആണ്. പക്ഷെ ചേട്ടൻ ആദ്യം തന്നെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അത് വലിയൊരു കാര്യം. പക്ഷെ ഭയങ്കര സുഹൃത്തുക്കളൊക്കെ കിട്ടിയില്ലേ ചേട്ടൻ ആ ഷോ വഴി? എനിക്ക് എൻ്റെ ഉള്ള സുഹൃത്തുക്കൾ പോയോന്ന് സംശയം. ദൈവമേ, ഇതൊരിക്കലും ആരെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞല്ല. നമ്മളങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആർക്കും ഇത് ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഫീൽ ചെയ്യാനുള്ള അവസ്ഥ ഒന്നും നമ്മൾ പറഞ്ഞിട്ടുമില്ല. അപ്പൊ ഇതിന്റെ നാരായണൻകുട്ടി ചേട്ടൻ ഉൾപ്പെടെ അതിൻ്റെ അകത്ത് ബാക്കിയുള്ളവരെല്ലാം പെട്ടുപോയെന്നാണോ ചേട്ടൻ പറയുന്നത്? എല്ലാവരും പെട്ടുപോയതാണ്. ഒരാൾ പോലും നല്ല പറഞ്ഞില്ലെന്നാണോ ചേട്ടൻ പറയുന്നത്? വേണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആൾക്കാർ. അതപ്പോൾ എന്നോടൊരു ഇഷ്ടം കൊണ്ടാണ് ആ വേണ്ടായിരുന്നു എന്നുള്ള സാധനം അതാണ് ചേട്ടനെ സംബന്ധിച്ച് ഏറ്റവും വലിയ നല്ല കാര്യം. പിന്നെ ഒത്തിരി ലേഡീസ് ഫ്രണ്ട്സ് കിട്ടിയില്ലേ ഏട്ടാ?
ലേഡീസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഭാര്യയ്ക്ക് എൻ്റെ അമ്മയുടെ പ്രായമുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു. അത് എന്ത് ഫ്രണ്ട്സ് അമ്മയെന്നൊക്കെ വിചാരിക്കാം. അതൊരു വലിയ കാര്യം. അതൊന്നുമല്ല, ചെറുപ്പക്കാരായ ഒത്തിരി പെൺകുട്ടികളുണ്ട്. ചെറുപ്പക്കാരൊക്കെ അതിനാണ് ഞാൻ അതിന് ഇതേപോലെ ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ പെട്ടു പോവാറല്ലേ? നല്ല സിനിമയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിചാരിച്ച് ചെല്ലും, പൈസ നമ്മൾ കറക്റ്റ് ആയിട്ട് കിട്ടും, പക്ഷെ അഭിനയിച്ച് വരുമ്പോഴായിരിക്കും ഈ സിനിമയിൽ കഥയില്ല, കഥാപാത്രങ്ങൾ ആരാന്നോ ഹീറോ ആരാന്നൊക്കെ. അതിപ്പോ നിരന്തരമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിന് വലിയ ഫീൽ ചെയ്യില്ല നമുക്ക്. അതാണ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷേ ജോബി ചേട്ടൻ എന്തോ ഭയങ്കര നല്ല കാലം എന്ന് പറയാൻ എന്തോ നല്ല കാലം എനിക്ക് 1-3 വന്നത് തന്നെ നല്ല കാലമാണ്. ഇതുവരെ ഞാൻ ഇരുത്തം വന്ന നടനായിക്കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ കുറവായിരുന്നു. ഇതിൽ വേണമെങ്കിൽ എനിക്ക് പറയാം, ഡയറക്ടർമാരുടെ ശ്രദ്ധയ്ക്ക് ഇതിൽ എന്നെ കണ്ടുവല്ലോ, വേണമെങ്കിൽ ഏത് റോളും ഞാൻ ഭീമന്റെ റോള് വരെ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ എടുത്തോ. ചേട്ടൻ എങ്ങനെയാട്ടെ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കും? നമ്മുടെ ഇന്ന് എത്രയോ പൈസ കിട്ടുന്ന ആൾക്കാരും ഭയങ്കര കോടീശ്വരന്മാരാണല്ലോ, അവർക്ക് പോലും മനസ്സ് തുറന്നൊന്ന് ചിരിക്കാൻ ഒരു വല്ല ചിരി ക്ലബിലൊക്കെ ചേർന്നിട്ടുണ്ട് പലരും ചിരിക്കുന്നത്. ജോബി ചേട്ടനെ ഞാൻ ഫസ്റ്റ് എപ്പോൾ കാണുമ്പോഴും ഭയങ്കര ഒരു എനർജറ്റിക് ആയിട്ട്, ചേട്ടൻ്റെ ലൈഫ് ഒരുപക്ഷെ ഭാര്യ ആയിരിക്കാം ഏറ്റവും വലിയ കാരണം, അല്ലെങ്കിൽ കുടുംബമായിരിക്കാം, അല്ലെങ്കിൽ ചേട്ടൻ്റെ സുഹൃത്തുക്കളായിരിക്കാം. നിങ്ങൾ രണ്ടുപേരുടെയും കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇന്നത്തെ തലമുറയോട് പറയാൻ പറ്റുന്നു ഉള്ള ജീവിതം മാക്സിമം സന്തോഷമായിട്ടിരിക്കാൻ ചേട്ടൻ എന്ത് പറയാൻ തോന്നുന്നു? കരഞ്ഞിട്ടു മരിച്ചാലും നരകത്തിലാണെങ്കിൽ കുലുങ്ങി ചിരിച്ചിട്ടു മരിച്ചൂടെ. ചിരിക്കാം ചിരിച്ചുകൊണ്ടിരിക്കാം, ചിരിയുടെ തിരികൊളുത്താം. നമുക്ക് അങ്ങനെയില്ല, എല്ലാം എപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാവും. പോസിറ്റീവ് എനർജി ഉണ്ടായാലേ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ എനർജി ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ചേട്ടൻ എത്ര ശരിക്കും ഹൈറ്റ് ഉള്ളത്? അതാണ് ചേട്ടന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. ഇങ്ങനെ ഒരു ഇതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും വലിയൊരു സ്റ്റാർ ആവുമെന്ന് ചേട്ടന് തോന്നുന്നുണ്ടോ? പൊക്കമില്ലായ്മയാണ് എന്റെ പൊക്കം. ചേട്ടന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ചേട്ടന്റെ ഭാര്യ എല്ലാം മനസ്സിലാക്കി നല്ലൊരു വന്നു. അത് മാത്രമല്ല 2 കുട്ടികളുടെ അച്ഛനാണ്. അവരൊക്കെ എന്നാണ് സമ്പാദ്യം. അതാണ് സമ്പാദ്യം. എന്നാലും ചേട്ടന്റെ ജീവിതത്തില് ഈ പറഞ്ഞ് എല്ലാവരെയും കാണുമ്പോഴത്തേക്ക് ഈ പൊക്കത്തിന്റെ കാര്യം വരുമ്പോ എവിടെയെങ്കിലും ചേട്ടനോ ആരെങ്കിലും അങ്ങനെ ചേട്ടൻ എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ട്? ഈ പൊക്കം എങ്ങനെയായതുകൊണ്ട് ഇത്തിരി പൊക്ക കുറവിന്റെ കാര്യത്തിൽ എനിക്ക് ഇത്തിരി പൊക്കം കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് ഇത്തിരി പൊക്കം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ആ ഒരു മനസ്സ് അതൊന്നും അറിയാം. ഇത് കുറവായിട്ട് എനിക്ക് കൂടുതലായിട്ട് നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മീശ ഇല്ലായിരുന്ന കാലത്ത് ബസ്സിൽ കയറിയാൽ പെണ്ണുങ്ങളടുത്ത് മടിയിൽ വെക്കും. എന്തായാലും ഈ പൊക്കമില്ലാത്തതായിരിക്കാം ഈ പറഞ്ഞ നമ്മുടെ ചേട്ടന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ശരിക്കും പറഞ്ഞാൽ അറിയുന്നത് ഇങ്ങനെയല്ലേ. തീർച്ചയായും എന്നാ പൊക്കാതിരിക്കുമല്ലോ, ഞാനൊന്നും ഇങ്ങനെ ഇരുന്നോട്ടെ. ജോബിയുടെ ഈ പൊക്കം കുറവില് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഭാര്യയാണ്. സൂസനെ ആയിട്ട് എങ്ങനെയായിരുന്നു ചേട്ടൻ കണ്ടുപിട്ടിയത്? സൂസനെ മിമിക്രി കണ്ട് വന്നാണോ അതേ അറേഞ്ച് മാരേജ്? ഇല്ലല്ല, ഒരു അറേഞ്ച് മാരേജ് എന്നാ പറയാം. തന്നെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു. ചെറിയൊരു ഗെയിം സെക്ഷനിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അത് മതി. എന്നെ പറ്റിയോ? ആ ശരി ഏട്ടാ. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാര ചിരി കൊണ്ടു ചാനലുകൾ മൊത്തത്തിൽ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്, പാൽ പായസം പോലൊരു പെണ്ണ്, പഞ്ചാര ചിരി കൊണ്ടു ചാനലുകൾ മൊത്തത്തിൽ പലിശയ്ക്ക് വാങ്ങിയ പെണ്ണ്. പൈനാപ്പിൾ പോലൊരു പെണ്ണ്. ചേട്ടാ താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഒത്തിരി സന്തോഷം. ഇനി നമ്മുടെ ചെറിയൊരു ഈ 1-1-3ന്റെ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇവിടെ വരുന്നത് തന്നെ ഒന്ന് എൻജോയ് ചെയ്യാനാണ്. അതിന്റെ കുറച്ച് കൊച്ചു ഗെയിമുകളും അതിന്റെ സമ്മാനങ്ങളും കിസ് റൗണ്ട് ഇതൊക്കെയാണ് നമ്മുടെ നിങ്ങൾക്ക് അറിയാലോ. ഇപ്പം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പതിവിൽ നിന്നും ചെറിയ രീതിയിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരുപാട് ഡാൻസ് റൗണ്ടും റൊമാൻറ്റിക് റൗണ്ടും അഭിനയ റൗണ്ടും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അതേപോലത്തെ ഒരു റൗണ്ടാണ്, ഒരു റൊമാൻറ്റിക് റൗണ്ടാണ് വരാൻ പോകുന്നത്. ഇതിൽ ഏറ്റവും വലിയ സന്തോഷം, നോർമലി റൊമാൻറ്റിക് റൗണ്ട് എന്ത് അഭിനയ റൗണ്ട് ഡാൻസ് റൗണ്ടിലൊക്കെ തന്നെയും കഥാപാത്രം നായിക ഒരേ ഒരു നായികയുള്ളൂ ഈ സിനിമയില്, ഞാൻ തന്നെയായിരിക്കും. പക്ഷേ സന്തോഷ വാർത്ത ഇതല്ല, ഇന്ന് ഞാനായിരിക്കില്ല ആ നായിക. ഇത് ഏറ്റവും വലിയ സന്തോഷം. എനിക്ക് നായിക ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോർത്തിൽ നിന്ന് വന്നൊരു കുട്ടിയാണ്, ഹിന്ദി മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മള് ഹിന്ദി പാട്ടിനൊപ്പം നിങ്ങൾ ഓരോരുത്തരും ഡാൻസ് ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, നായികയായിട്ട് നിങ്ങൾ ജസ്റ്റ് ഹിന്ദിയിൽ എന്തെങ്കിലും പറഞ്ഞ് നായിക ഒന്ന് മനസ്സിലാക്കി എടുപ്പിക്കുക. ഇന്ന പാട്ടിലൂടെ നമുക്ക് പോവാം, നീ എന്റെ കൂടെ ഡാൻസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക. Are you ready? ഇനി
ചെറിയൊരു കാര്യം, ഈ നായിക ഞാൻ പോയി വിളിച്ചോണ്ട്, കാരണം അതിന് ഹിന്ദി മാത്രമേ അറിയത്തുള്ളതുകൊണ്ട് എവിടെ നിൽക്കണം എങ്ങനെ നിൽക്കണം തപ്പൽ പിടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വരാം, പുള്ളിക്കാർ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. ഒരാൾ ഇവിടെ ഇപ്പുറത്ത്, ഞാൻ നടുക്കോട് കൊണ്ടുവരാം. ഇതാണ് ആ നോർത്തിൽ നിന്ന് വന്ന ആ സുന്ദരി രമണി. ഇതാണ്. ഇനി രണ്ടുപേർക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും ചേട്ടാ സിനിമയിൽ എപ്പോഴെങ്കിലും ഒരു നായകനായിട്ട് ഒരു സുന്ദരിയായ ഒരു കാവ്യ മാധവനോ ഒരു ഭാവനയോ മഞ്ജു വാര്യരൊക്കെ കൂടി അവര് മാത്രം സുന്ദരിമാരുള്ളൂ, വേറെ ആരും അല്ല, ഏത് നായിക ആയിക്കോട്ടെ അവരുടെ കൂടെ ഒന്നൊരു റൊമാൻറ്റിക് സീനൊക്കെ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. മമ്മൂട്ടി മോഹൻലാലിനെ പോലെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും. ആ ആഗ്രഹം നമ്മൾ ഇവിടെ നടത്തി തരികയാണ് ഈ സുന്ദരിയായ പെൺകുട്ടിയുടെ കൂടെ. പക്ഷെ ആരാദ്യം സംസാരിക്കും? സംസാരിച്ചൊന്ന് മയത്തിലായിട്ട് ഡാൻസിലോട്ട് പോവാം. അപ്പൊ ഹിന്ദിയിലെ അത് ജോബിച്ചോട് സംസാരിക്കും. अरे नायिका मैम लव करता है खूब है हो തോടാന്ന് തോടാ തോടാ മാലു തൊടണ്ട പേര് ചോദിക്കും, പരിചയം എവിടുന്ന് എന്താന്നൊക്കെ ചോദിക്കും. आपका नाम क्या है? മാധുരി. माधुरी दीक्षित डांस करेंगे है തലയാട്ടുന്നു. പാട്ടിട്ടു നമുക്ക് മാറുന്ന ഇവരുടെ പാട്ട്. कमरे में बंद हो और चाबी खो जाए, हम तुम एक कमरे में बंद हो और चाबी खो जाए, तेरे नैना की भूल भुलैया में चाबी खो जाए, हम तुम एक कमरे में बंद हो और चाबी खो ചേട്ടാ കലക്കി. എന്തായാലും മാധുരി കലക്കി. ഇനി അടുത്ത നാരായണനെ കുറിച്ചാണ്. कमरे में बंद हो और चाबी खो जाए, हम तुम एक कमरे में बंद हो और चाबी खो जाए, कमरे में बंद हो और चाबी खो അപ്പൊ ശരി, ഇനി മാധുരി വരൂ. മാധുരി ബേബി, എന്താണ് നിനക്ക് ഇതിന്റെ റിസൾട്ട് അറിയേണ്ടത്? ഞാനും അല്ല, നമ്മുടെ ഓർക്കസ്ട്രക്കാരല്ല, നമ്മുടെ ഓഡിയൻസ് ഒന്നുമല്ല. ഇതിൽ യഥാർത്ഥത്തിൽ ആരുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആയത് അറിയണത് തീർച്ചയായിട്ടും നമുക്ക് മാധുരിയോട് തന്നെ ചോദിക്കുന്നതായിരിക്കും നല്ലത്. ഹിന്ദി അറിയത്തുള്ളൂ, എന്നാലും ചൂണ്ടിക്കാണിച്ചാൽ മതി ആരെ ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ മതി. അപ്പൊ ഇതാ മാധുരിയെ നമുക്കൊന്ന് കാണാം. നിങ്ങൾക്ക് വേണ്ടി ആ സുന്ദര മുഖം. ഒരുപാടൊക്കെ പ്രതീക്ഷിച്ചു. അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല. എന്ത് വയ്യാണ്ടായ രചു. അപ്പൊ ഇനി പറ, ഈ നാരായണൻ കുട്ടിച്ചാണ്ടൂടെ ഡാൻസ് ചെയ്താണോ ജോബിയുടെ ഡാൻസ് ചെയ്താണോ? അപ്പൊ ജോബി കയറിയിരിക്കാൻ പറ്റി. ഇത് നമ്മുടെ മാധുരി ഒന്നുമല്ല, രഞ്ജു ആണ്. ഇന്ന് കേരളം അറിയുന്ന ഏറ്റവും തിരക്കുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ എങ്ങനെയോ ഇങ്ങനെ ഇരിക്കുന്നത് അത് രഞ്ജുവിന്റെ കരങ്ങളുടെ ഗുണമാണ്. വിത്തൗട്ട് രഞ്ജു, വിത്തൗട്ട് മേക്കപ്പ് ഐ ആം നത്തിങ്. അതുപോലെ എല്ലാരും അംഗീകരിച്ച മേക്കപ്പ്. ആ മേക്കപ്പിനെ കുറ്റം പറയരുത്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ജോബി ചേട്ടന് സമ്മാനമുണ്ട്. സമ്മാനദാനം നമുക്ക് നാരായണൻ കുടിച്ചേട്ടൻ തന്നെയാണ് ഈ സമ്മാനം കൊടുക്കേണ്ടത്. ഞാൻ എടുത്തോണ്ട് വരാം. ജോബി ചേട്ടൻ കൂടെ ഈ സമ്മാനം അങ്ങ് ഏറ്റുവാങ്ങിക്കോ. റെവല്യൂഷൻ MX1. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു മനസ്സ് കാണിച്ച് രഞ്ജു ചെയ്തതിന് നന്ദി. രഞ്ജുവിന് ഒരു ടാറ്റ പറഞ്ഞു. നിങ്ങൾ ചില നായികയായിട്ട് കണ്ടുപോയില്ലേ? വേറെ കാര്യം
അങ്ങനെ നമ്മുടെ ജോബി ചേട്ടൻ മിസ്റ്റർ ബട്ട്ലേഴ്സിന്റെ വക ഒരു മിക്സി കിട്ടി. അതിൽ ചെറിയൊരു കുശുമ്പ് പോകുന്നുണ്ടോ നാരായണൻകുടി ചേട്ടാ? എന്തിനാണ്? എനിക്കല്ലേ അല്ലേ അത് ഇവനല്ലേ, അവന് അതിനകത്ത് കയറി പോകാമല്ലോ. അതിന്റെ സൗകര്യം ഇത് പാക്കേജ് സുഖമായിട്ട് പോകാം. ഇനി നമ്മൾ കളികളും തമാശകളും ഒക്കെ വിട്ട് വേറൊരു കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. ഇവർ രണ്ടുപേരും മിമിക്രി, സിനിമ, സ്റ്റേജ് ഇതൊക്കെ നമുക്കറിയാം. പക്ഷെ രണ്ടുപേരും സർക്കാർ ഉദ്യോഗസ്ഥരാണെന്നുള്ള അറിഞ്ഞപ്പോൾ, അതായത് ജോബി ചേട്ടനാണെങ്കിൽ KSFE അല്ലേ, KSFEയുടെ അസിസ്റ്റന്റ് മാനേജർ, അതായത് നമ്മുടെ ചിട്ടി തേവര ബ്രാഞ്ചില്. അതെ. അതേപോലെ നമ്മുടെ നാരായണൻകുടി ചേട്ടനാണെങ്കിലോ ഹൈക്കോടതിയിൽ വർക്ക് ചെയ്യുന്നു. താങ്ക് യു. ചേട്ടാ ഈ എന്താ പറയാ, അപ്പൊ എന്തോരം വരെ പഠിച്ചു ഈ KSFEയിലൊക്കെ ഇങ്ങനെ മാനേജറായിട്ട് ജോലി ചെയ്യാനൊക്കെ? അത്യാവശ്യം ഡിഗ്രി മതി. എന്നാലും ഡിഗ്രി പാസ്സായില്ലേ ചേട്ടാ? അതന്നെ വലിയൊരു സംഭവമല്ലേ. അപ്പൊ നമ്മുടെ സിനിമ കരിയറിലോട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ VKPയുടെ ഒരു പടത്തിൽ അഭിനയിക്കുന്നു. അതേപോലെ നാരായണൻകുടി ചേട്ടൻ കരിയറിൽ പറയുകയാണെങ്കിൽ കല്യാണരാമൻ, പറക്കുംതളിക, തെങ്കാശി പട്ടണം, മാനത്തെ കൊട്ടാരം, എണ്ണിയ തീരാത്ത അത്ര പടങ്ങളുണ്ട്. പക്ഷെ മാനത്തെ കൊട്ടാരമാണ് ചേട്ടന്റെ ജീവിതത്തിൽ ഏറ്റവും എല്ലാവരും ഈ പറഞ്ഞ മാപ്പ് എന്നുള്ളൊരു സംഭവം അല്ലേ? മാത്രമല്ല നമ്മുടെ ജോബി ചേട്ടൻ കലാപ്രതിഭയ്ക്കായിരുന്നു. ഏതൊക്കെ ഐറ്റത്തിലും പങ്കെടുത്തു? എല്ലാ ഐറ്റത്തിലും പങ്കെടുക്കണം. മിമിക്രി, മോണാക്ട്, കഥാപ്രസംഗം. അപ്പൊ ഈ ജഡ്ജായിട്ടിരിക്കുമ്പോ ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ചില പ്രശ്നങ്ങളും ഞങ്ങളുടെ കൊച്ചിന് ഫസ്റ്റ് വേണമെന്നുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത്. അഴിമതി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ ഈ കലാപ്രതിഭയായിരുന്നപ്പോൾ ഫസ്റ്റ് കിട്ടിയ ഐറ്റംസ് കാണിക്കുമ്പോൾ ഇത്തരം ഈ അടിപിടികൾ രംഗത്ത് ഞാൻ ഒരു പ്രോഗ്രാമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഇഷ്ടം പോലെ അഴിമതിയുടെ ഞാൻ ചിലവർ നേരത്തെ പറയുമ്പോൾ നമുക്ക് പിന്നെ അത് ജഡ്ജ് ചെയ്യാൻ പറ്റാതായിപ്പോൾ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് അത് പറയാൻ. അപ്പം നമുക്ക് എപ്പോഴേ ടെൻഷനാണ്. ഇത്തരം ഞാൻ അപ്പോഴേ ആ ഐറ്റത്തിൽ നിന്ന് മാറാം. ഇത്തരം അഴിമതി മാറ്റുക. അഴിമതി അല്ല വേണ്ടത്, അഭിരുചിയാണ് വേണ്ടത്. നമ്മുടെ നരേന്ദ്രമോദി സാർ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ കലാസൃഷ്ടിക്ക് മാർക്ക് കൊടുക്കുക, അഭിരുചിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. നല്ലൊരു പോയിന്റ് ആണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ഇത്തിരി എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ? സ്റ്റേജിലെ മിമിക്രി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പഴയ മിമിക്രി എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ട്? അപ്പൊ നാരായണൻകുടി ചേട്ടന്റെ വക ആയിക്കോട്ടെ, ആദ്യത്തെ പ്രകടനം തന്നെ ഒരു പരസ്യം, മരുന്ന് കച്ചവടത്തിന്റെ പരസ്യം. കടകട കുടുകുടു വാസനക്കായം വേഞ്ഞാട്ടക്കുരു വേപ്പിൻ കുരു, കുട്ടികൾക്കുള്ള പാൽമീറ പാൽക്കായം. നോക്കണം സാർ, ഇരിക്കുമ്പോൾ കിടക്കണമെന്നും കിടക്കുമ്പോൾ ഇരിക്കണമെന്നും, ചുമയ്ക്കുമ്പോൾ തകര പാട്ട് കടിക്കുന്ന ശബ്ദം. ഇവയ്ക്കെല്ലാം മാവേരി, കാവേരി, ചടാവേരി, കുറുക്കനാട്ടി, കുറുന്തോട്ടി, വടുകടുത്ത് സെപ്റ്റാങ്കിൽ മുക്കി പിടിച്ച് 3 ദിവസം അനന്തരം തുടരെ കഴിച്ചാൽ 60 വയസ്സുള്ള ചെറുപ്പക്കാർ ഓടി നടന്നുമ്പോൾ പറ ശബ്ദം ഉണ്ടാക്കുന്നു. നോക്കണം സാർ, നിങ്ങൾ ഈ സിദ്ധൌഷധം നേരിട്ട് പരിശോധിക്കുമെന്ന് ആഗ്രഹമുള്ളൂ. ശ്രീ പത്മാവരം ഫാർമസി, പച്ചാളം, കൊച്ചിൻ 2, എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഈ പരസ്യം കേട്ടോ ആവശ്യമില്ല. നമുക്ക് ചുമയെ മാർക്കെടുത്ത് എന്തെങ്കിലും സ്റ്റാറുകളെ എന്തെങ്കിലും ചുമ്മാ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സ്റ്റാർസ് ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറില്ല. പിന്നെ അത് കൂടുതലും കോമഡി ഐറ്റംസ് ചെയ്യുന്നതാണ്. സ്കിറ്റിലായിരിക്കും ഇമ്പോർട്ടൻസ്. സ്റ്റേജ് ഷോസിനൊക്കെ പോകുമ്പോൾ സ്കിറ്റാണ് കൂടുതൽ ചെയ്യുന്നത്. അത് അപ്പാപ്പ ഉണ്ടാക്കി അപ്പാപ്പ പറയുന്നതാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് സ്റ്റാർസിന്റെ കൂടെ ഒക്കെ പോയി. ഇവിടെ കേരളത്തിൽ പോയിട്ടില്ല. അവിടെയുള്ളവർക്ക് ഇത് വിദേശ രാജ്യമല്ലേ, അവർക്കൂടെ വരാൻ പറ്റില്ല. കേരളത്തിൽ പോയിട്ടില്ല. അതിന് ജോബി ചേട്ടൻ ഏതെങ്കിലും ഒരു ഐറ്റം? അല്ല, ഈ മരുന്നിന്റെ കാര്യം പറഞ്ഞു, ഈ സ്പീഡിൽ സംസാരിക്കുന്നതിന്റെ സംഭവം കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ആഫ്റ്റർ ദ ഗ്രേറ്റ് കൺസിഡറേഷൻ ഐ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദ മെട്രിക്കുലേഷൻ എക്സാമിനേഷൻ ഇസ് ദ ബോർഡറേഷൻ ബിയോണ്ട് ദ ഇൻഡിവിജ്വൽ ഓഫ് ദ ഇന്ത്യൻ ഓഷൻ ഹൂസ് മെയിൻ ഓക്യുപ്പേഷൻ ഈസ് കൾട്ടിവേഷൻ. സീറ്റ് താഴെ പോയി ചേട്ടാ. ഞാനിത് പറയാൻ കാരണം ഞാനിങ്ങനെയാണ് ഗ്രഹിക്കുന്നത്. കാരണം കടൽ കടന്ന് ഞാൻ ഒരുപാട് പ്രോഗ്രാമിന് പോയിട്ടുള്ളപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ വരെ വാഗ്ദാനം ചെയ്തു അവിടെ ജോബ്. പക്ഷെ ഞാനത് സ്വീകരിക്കാതെ ഇനി വന്നു. ജോബ് ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പ്രവാസി മലയാളികളും ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അല്ല, അവരെന്തിനാ അവിടെ പോകുന്നു? ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ ഇവർക്ക് ഇവിടെ എന്താ പറയാ ഭാര്യയും മക്കളെയും പോറ്റാനുള്ള പറ്റാത്തതുകൊണ്ടാണ് അവരങ്ങോട്ട് പോകുന്നത്. അല്ല, ഇവിടെ സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ അവിടെ നിന്ന് പൈസ വരണം. ഇവിടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി അവിടെ പോയി സമ്പാദിച്ച് ഇവിടെ കൊണ്ടുവരും. സത്യം. നമ്മൾ തന്നെയാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ പോയിക്കുന്ന ഈ പ്രവാസികൾ അവിടെ പ്രോഗ്രാം കാണാൻ വരുന്നുണ്ട്. അപ്പൊ അവരെ ഒരിക്കലും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അവർക്ക് വേണ്ടി ഒരു പാട്ട് പാടാണ്ട് നമ്മൾ അടുത്ത സംസാരത്തോട് പോണില്ല. കേട്ടോളൂ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നും എത്ര കേട്ടാലും മതി വരാത്ത ഒരു ഗാനം, ഒരു തുള്ളി കണ്ണുനീർ നമ്മുടെ മനസ്സിൽ ഒരു തോന്നും. നമ്മുടെ നാടിനെ വിശേഷിപ്പിക്കുന്ന ഒരു പാട്ടാണ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്,
മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 നമ്മുടെ ക്വിസ് റൗണ്ട് ഇതാ നിങ്ങളെ കാത്തിരിക്കുന്നു. അതിന്റെ പ്രോപ്പർട്ടീസ് ഒരുക്കിയിരിക്കുന്നു. വേറെ ഒന്നുമില്ല. ഉപ്പ്, പാവയ്ക്ക, പുളി, ഇത്രേ ഉള്ളൂ. പിന്നെ എന്താ അറിയത്തില്ല, ടൈ ഇവിടെ വെക്കാനുള്ള കാരണമുണ്ട്. കാരണം ജോബി ചേട്ടൻ ഒരുപാട് സ്റ്റേജ് ഷോസിലൊക്കെ കൊച്ചു പിള്ളേരായിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോബി ചേട്ടൻ്റെ ഒരു ആഗ്രഹപ്രകാരം നമ്മളൊരു കൊച്ചിന്റെ ടൈ ഇട്ടിട്ട് ഞാൻ ടീച്ചറായി മാറും. ഞാൻ കണ്ണാടി വെക്കും, ടീച്ചറായി മാറും. ജോബി ചേട്ടൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ചേട്ടൻ അറിയാമെങ്കിലും ഒന്ന് കെട്ടിയ ബട്ടൺസ് ഇട്ടാൽ മതി. വേണം ഒരെണ്ണം കൂടെ വെച്ചോണ്ട് ചേട്ടൻ വേണം കേട്ടാ. വെച്ചോ. അപ്പൊ ഞാൻ ടീച്ചറായി മാറുവാണ്. പണ്ട് നിങ്ങൾ സ്കൂളിൽ പഠിച്ച ഒരു കാലഘട്ടത്തിലൂടെ ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പൊ ഇതാ ഇവിടെ ടീച്ചറും പിള്ളേരും തന്നെ റൗണ്ടാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഷോസിലൊക്കെ പിള്ളേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും അഭിനയിച്ചിട്ടുണ്ട്. ആ ഒരു റോളിലോട് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പേരിൽ തന്നെ ഉണ്ട് കുട്ടി. അതെ, നാരായണക്കുട്ടി. ഇത് ജോബി കുട്ടി. ഇത് റീമി കുട്ടി. ഈ തോമസ് കുട്ടി എന്തിയേ ഇരിക്കുന്നു തോമസ് കുട്ടി. അപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇനി ഇത് സീരിയസ് ആണ്. ഇതിന്റെ റൗണ്ട് വരുമ്പോൾ നമ്മൾ സീരിയസ് ആകും. 5 ചോദ്യങ്ങൾ വെച്ചോണ്ട് തെറ്റിക്കഴിഞ്ഞാൽ ഈ കുപ്പിക്കകത്തിരിക്കുന്ന ഓരോ ഓപ്ഷൻ എടുത്തിട്ട് ചിലപ്പോൾ ഇതൊക്കെ എടുത്ത് തിന്നേണ്ടി വരും. തീറ്റിക്കും ഞാൻ. ഓക്കെ, ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകുന്ന ജോബി ചേട്ടൻ്റെ അടുത്താണ്. ഇന്ത്യയിലെ വിവരത്തിന്റെ കാര്യത്തിൽ പക്ഷെ ഇവര് പൊട്ടും പുറകിലല്ല. അത് നിങ്ങൾക്ക് അറിയാലോ. നല്ല സർക്കാർ ഉദ്യോഗസ്ഥം കിട്ടിയിരിക്കുന്ന ആൾക്കാരാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലം എവിടെ സ്ഥിതി ചെയ്യുന്നു? പഠിച്ചിട്ട് വരാനല്ല എറണാകുളത്താണോ? ടീച്ചറോടാണോ ചോദിക്കുന്നത്? ഒരു സംശയം പറഞ്ഞു കൊടുത്തു. എറണാകുളത്ത് പറ, ഉത്തരം പറ. നല്ലൊരു കൈഡി കൊടുക്കും. അടുത്ത ചോദ്യം നാരായണൻകുടി ചേട്ടൻ്റെ അടുത്താണ്. 1964 പാമ്പൻ പാലം തകർന്നടിഞ്ഞതിന് ശേഷം അത് പുനർനിർമ്മിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ അദ്ദേഹം ഒരു മലയാളിയാണ്. ഉത്തരം പറയുക. എന്തോന്ന് ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? പഠിച്ചിട്ടില്ല. ഇമ്പോസിഷൻ എടുക്ക. അതിന്റെ ഉത്തരം പറ. മലയാളിയായ അദ്ദേഹത്തിന്റെ പേരാണ് കുട്ടി ചോദിച്ചത്. അറിയപ്പെടുന്ന ഒരാളാണോ? അദ്ദേഹം അതിലൊക്കെ അറിയപ്പെടുന്ന ഒരാളാണോ? ഏതിലൊക്കെ? ട്രെയിനിലോ? ടീച്ചറിനോട് കൂടുതലൊന്ന് കുട്ടി ചോദിക്കരുത്. ടീച്ചറിന്റെ മുഖം മാറും കേട്ടോ. ഭയങ്കര വികൃതമായ മുഖമായി മാറും. ശരി, അതിന്റെ ഉത്തരം ഈന്നുണ്ടോ? ഈ ശ്രീധരൻ. അതെന്താ ഞാൻ കരഞ്ഞോണ്ടി ഈന്ന് പറയാൻ തുടങ്ങിയല്ലേ? എടുത്തോ ചേട്ടൻ. കൂടെ വന്നിരുന്ന സുഹൃത്തിന്റെ 5 നെഗറ്റീവ്സ് പറയുക. ജോബി ചേട്ടൻ 5 കൊള്ളരുതായ്മ പറയുക. കൊള്ളരായ്മയില്ല, പൊക്കം കുറവ് 1. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങണേ. പിന്നെ വായെടുത്ത നുണ പറയുള്ളൂ. വായെടുത്ത നുണ പറയുള്ളൂ. ഇതുവരെ ഇന്ന് വരെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല. എന്ത് നേരെ ഇതുവരെ സത്യം പറഞ്ഞിട്ടില്ല? വീട്ടിലൊരു പട്ടി ഉണ്ടെന്ന് പറഞ്ഞത് നുണയാ. അവന്റെ പേര് അവൻ മറച്ചു വെച്ചു. അതും ഒരു നുണയാ. നാട്ടുകാരൊക്കെ ഇതുപോലെ നിനക്ക് അവസരം കിട്ടും പറഞ്ഞോ. നെഗറ്റീവ്സ് ആരും പറഞ്ഞിട്ടില്ല. ശരി, അടുത്തത് ജോബി ചേട്ടൻ്റെ അടുത്താണ്. അടുത്തത് നിന്റെ അടുത്താണ് കുട്ടി, നിന്റെ അടുത്താണ് കേട്ടോ. ഇമെയിലിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാണ്? എന്റെ പേരുമായിട്ട് ചെറിയൊരു ഇതുണ്ട്, അടുപ്പമുണ്ട്, ഒരു ചേർച്ചയുണ്ട്. റേ എന്ന് വരെ പറഞ്ഞു തരാം. റേ. ശരി, റേ ടോമി എന്ന് വരെ പറഞ്ഞു തരാം. റേ ടോമി. റീമി ടോമി എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് റേ ടോമി. പിന്നെ ബാക്കിയും കൂടെ കണ്ടുപിടിക്കും. ഉത്തരം അറിയത്തില്ല. റേ ടോമിൽസൺ. രണ്ടാമതും തെറ്റിച്ചിരിക്കും. നാളെ ഇന്ന് ശിക്ഷ തന്നില്ലെങ്കിൽ നാളെ നീ പഠിക്കാണ്ട് വരും. കുപ്പിന്ന് എടുക്ക വായിക്ക. ഒരു ഗാനം ആലപിക്കുക. നേഴ്സറി പാട്ട്. പിള്ളേർക്ക് പറ്റുന്ന രീതിയിൽ പാടിയാ മതി. കാക്കേ കൂടെ ഇവിടെ കൂട്ടിനെ കത്തിരി കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ ഞാൻ. കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും. അയ്യോ കാക്കേ പറ്റിച്ചോ. കാക്കേ കൂടെ ഇവിടെ കൂട്ടിനെ കത്തിരി കുഞ്ഞുണ്ടോ? കുഞ്ഞിന് തീറ്റി കൊടുക്കാൻ ഞാൻ. കുഞ്ഞ് കിടന്ന് കരഞ്ഞിടും.
അടുത്ത ചേട്ടൻ നാരായണൻകുടി ചേട്ടൻ എടുത്താണ് ഹൃദയ തകരാറുകൾ കണ്ടെത്തുന്ന പരിശോധനയ്ക്കുള്ള ECG എന്ന ഉപകരണത്തിന്റെ മുഴുവൻ പേരെന്ത്? എന്തിനു വില പിടിയുണ്ട് ചേട്ടാ? ഇലക്ട്രോ അല്ലല്ല, സി കെമിക്കൽ ഒന്നുമല്ല. അതിന്റെ ഉത്തരം തെറ്റാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാം കേട്ടോ. ഒരു കൈയും ഒരു കാലും പൊക്കി ഞാൻ പിടിച്ചോളാം. പറ്റൂലെന്ന് അറിയത്തില്ല. മറ്റേ കാര്യം ഓക്കെ, നല്ലൊരു ഗൈഡ് കൊടുത്തു ചേട്ടൻ. അത്രയെങ്കിലും ചെയ്തല്ലോ. അടുത്ത നമ്മുടെ ജോബി ചേട്ടൻ്റെ അടുത്തുള്ള ചോദ്യമാണ്, ഇപ്പോഴുള്ള നിയമസഭയിലെ ഏക വനിതാ മന്ത്രി. അത് പറയും. ആർക്ക്? ജയലക്ഷ്മിക്ക്. ജയലക്ഷ്മി. കറക്റ്റ് ഉത്തരം. അടുത്ത ചേട്ടനോടാണ്. മോശമാണ്, കാരണം ജോബി ചേട്ടൻ എല്ലാ ഉത്തരവും പറയുന്നുണ്ട്. അല്ല, എന്നാലും ഇപ്പോഴുള്ള നിയമസഭയിലെ, പക്ഷെ ഉത്തരം കറക്റ്റ് പറയുന്നുണ്ടേ. ഇപ്പോഴുള്ള നിയമസഭയിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ആരാ? ഓ, എന്റെ ചേട്ടാ അതെങ്കിലും ശരിയാക്കൂന്ന് ഞാൻ വിചാരിച്ചു. ഏറ്റവും പ്രായം കൂടിയ വ്യക്തി. കറക്റ്റ് ആൻസർ. അടുത്ത വീണ്ടും ജോബി ചേട്ടനാണ്. ജനങ്ങളുമായി നേരിട്ട് ഇടപാടുകൾ നടത്താത്ത ബാങ്ക്. അയ്യോ, ഭയങ്കര അറിവിന്റെ ഭണ്ഡാകാരമാണ് കേട്ടോ. നല്ലൊരു കൈയ്യടി കൊടുക്കാം. നാരായണൻകുടി ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, കേരളത്തിൽ റെയിൽവേ കടന്നു പോകാത്ത 2 ജില്ലകൾ. സാരല്ലേ ഏട്ടാ, 2 ജില്ലകൾ എന്ന് പറയാം, വയനാടും ഇടുക്കിയും. ഇത് മൊത്തം എടുക്കേണ്ടി വരും. ഒരു പൂവാലനായിട്ട് അഭിനയിക്കുക. എന്നെ ശല്യപ്പെടുത്തണം. അടുത്ത ലാസ്റ്റ് ചോദ്യമാണ്, ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവിയുടെ മുൻപിൽ നമ്മുടെ ജോബി ചേട്ടൻ മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇവരുടെ ഈ ജീവിയുടെ പേരിൽ ഒരു ഭയങ്കര ഫേമസ് ആയ ഒരു കഥ വരെയുണ്ട്. അത്രയും പറയാൻ പറ്റും എനിക്ക്. പറ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. എന്റെ ഉത്തരം എന്താന്ന് പറഞ്ഞാ മതി. നീങ്ക പറഞ്ഞത് ശരിയാമാ? ശരിയാമാ? ചേട്ടൻ ലാസ്റ്റ് ചോദ്യം. ചേട്ടൻ അങ്ങനെ സന്തോഷിക്കാൻ പറ്റുന്നില്ല അല്ലേ? ആറന്മുള കണ്ണാടി ഏത് പദാർത്ഥം കൊണ്ടാണ് അത് നിർമ്മിച്ചത്? അത്രേ ഉള്ളൂ. രാസവസ്തു അല്ലേ? ഏത് പദാർത്ഥം കൊണ്ടാണ് അത് ഉപയോഗിച്ചത്? ശരി, പറയൂ ജോബി ചേട്ടൻ, പറയൂ. പറ. കൂട്ടുകെട്ട്. എന്തൊക്കെ കൂട്ടുകെട്ടാണ്? ലോഹം. ലോഹം കൊണ്ടാണ്. ഞാൻ പിന്നെ എടുക്കണ്ട. ചിരിച്ചുകൊണ്ട് കരയുക. വീണ്ടും കരയുക. വീണ്ടും ചിരിക്കുക.
അടിപൊളിയായിട്ട്. ഇത്രയും സീനിയേഴ്സ് ആയിട്ടുള്ള രണ്ട് വ്യക്തികളാണ് കേട്ടോ. എത്രയോ വർഷങ്ങളായിട്ട് നമ്മളെ മലയാള സിനിമ നമ്മൾ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവർ പോലും കൊച്ചു പിള്ളേരാവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഷോയിലോട്ട് വന്നിരിക്കുന്നത്. കുറച്ച് കളികൾ, ഗെയിം, മത്സരം, ചെറിയ ചെറിയ ശിക്ഷകളൊക്കെ ശിക്ഷകൾ ഏറ്റുവാങ്ങുന്നതിലാണ് ഏറ്റവും കൂടുതൽ ത്രില്ലടിക്കുന്നത് നമ്മുടെ നാരായണൻകുടി ചേട്ടൻ. അതുകൊണ്ട് മാത്രമാണോ അദ്ദേഹം ഉത്തരം പറയാത്തതാണോ എന്ന് എനിക്കറിയത്തില്ല. അത് വേണ്ട ഇത്രയൊക്കെ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഇത് തന്നെ ഒരു ഭാഗ്യമായിട്ടാ. പക്ഷെ ഇതിന് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജോബി ചേട്ടനാണ്. സമ്മാനം കൊടുക്കാം. സമ്മാനം കൊടുക്കാം, അടി കൊടുക്കാം അല്ലേ? പക്ഷെ ജോബി ചേട്ടൻ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്, എനിക്ക് വേണ്ട സമ്മാനം, ഈ സമ്മാനം നാരായണൻകുടി ചേട്ടൻ കൊടുത്തു. ആ മുഖത്തെന്ന് പറയുന്നുണ്ട്. അല്ല ഏട്ടാ, അങ്ങനെ പറഞ്ഞു. ജോബി ചേട്ടൻ എടുത്തിട്ട് നാരായണൻകുടി ചേട്ടൻ കൊടുത്തോ? കാരണം ജോബി ചേട്ടൻ അത് സ്വീകരിക്കാൻ മനസ്സ് കാണിക്കുന്നില്ല, കരഞ്ഞുകൊണ്ട് നിൽക്കുക. എനിക്ക് വേണ്ട, നാരായണൻകുടി ചേട്ടൻ മതി എന്ന് പറയാം. അതൊരു വലിയ മനസ്സാണ് കേട്ടോ, ഒരു കലാകാരന്റെ വലിയ മനസ്സാണ്. മിസ്റ്റർ ബഡ്ലൈസ് പ്രോ 0101. ഓരോ മനുഷ്യർക്കും ദൈവം ഓരോരോ കഴിവുകൾ കൊടുത്തിരിക്കും. നമ്മൾ ഞെട്ടിപ്പോയിട്ടുണ്ട്. അതേപോലെ പെർഫോമൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കാൻ വേണ്ടി ഒരു മിടുക്കൻ കലാകാരൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമുക്ക് അവിടെ പോയിരിക്കാം. DJ Mesh. കൊടുക്കൊരു ഉഗ്രം കൈയടി നോക്കി നിൽക്കുക. കാരണം കൈയടിക്കാനുള്ളൊരു മടിയും കൊണ്ടാണ്. കാരണം ഇന്നേ വരെയുള്ള പെർഫോമൻസിൽ നമുക്ക് ഇത് സാധാരണ എൻ്റർടൈൻമെൻറ്റാണ് നമ്മളിവിടെ കണ്ടേക്കുന്നത്. പിള്ളേരോടും എല്ലാവരോടും പറയും ദേവി ഇദ്ദേഹത്തിന് ചില വ്യക്തികളെ ദൈവം ഞാൻ സൃഷ്ടിച്ചേക്കുന്ന അവർക്ക് ഓരോ. പക്ഷെ ചേട്ടാ എനിക്കൊരു പേരെന്താ, താങ്കളുടെ പേരെന്താ? ശ്രീകാന്ത്. ഞാൻ ഒരു വിഷമം തോന്നിക്കുന്നു. ഇങ്ങനെ ബ്ലഡൊക്കെ വായി തരുമ്പോൾ നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വരില്ല ശരിക്കും. അതായത് ബ്ലഡ് വന്നു കഴിഞ്ഞാലും നമ്മൾ ഉള്ളിലേ ഉണ്ടാവും, പുറത്തേക്ക് വരില്ല. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഇത്തിരി കാണുകയും കൂടെ ചെയ്തുകൊണ്ട് ഞാൻ സത്യസന്ധമായിട്ട് കാര്യം ചോദിച്ചു. ശ്രീകാന്ത് മലയാളി, ഇത് ഇത്തരത്തിലുള്ള ഈ ചോര വരുത്തി ഇങ്ങനെ കാണിക്കുന്നത് എന്താ മനസ്സിൽ എന്ത് പ്രതീക്ഷിച്ചിട്ടാ? പ്രശസ്തിയാണോ അതെയോ പൈസയാണോ അതെയോ? അല്ല, നമ്മളെ എന്താ പറയുക, നമ്മൾ നിരവധി പ്രോഗ്രാമുകൾ ചെയ്യാറുണ്ട്. ഞാൻ മിമിക്രി ആർട്ടിസ്റ്റ് കൂടെയാണ്. ഞാൻ എന്താ പറയുക, പ്രൈം മിനിസ്റ്ററിൻ്റെ സൗണ്ടിൽ ഒരുപാട് നേരം സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് സംസാരിക്കാം. പക്ഷെ എൻ്റെ പൊന്നു ചേട്ടാ, കാരണം നമുക്കിത് കാണുമ്പോൾ ഒരു വിഷമം. നിരവധി മിമിക്രി ആർട്ടിസ്റ്റുകൾ ഉള്ളത് കൊണ്ട് നമുക്ക് സ്റ്റേജിൽ വ്യത്യസ്തമായിട്ട് പ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്കൊരു പേരുണ്ടാവുള്ളൂ.
അല്ലാതെ മിമിക്രി ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു പേരും കാണുന്നില്ല. പക്ഷെ ഇങ്ങനെ തീ തിന്ന് ഇങ്ങനെ വായിൽ കുപ്പിച്ചിലൊക്കെ കടിച്ചു പൊട്ടിച്ച് ഇത്ര വിഷമിച്ച് നമ്മൾ വേദന സഹിച്ച് ചെയ്യുന്ന കാണുമ്പോഴേ നമുക്കൊരു പ്രയാസം. വേദന എന്ന് പറയാന്ന് സിമ്പിൾ സംഭവമാണ്. വേദന സഹിക്കാന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഈ മറ്റേ കുപ്പി ഇതൊക്കെ കടിച്ച് തിന്ന് വിഴുങ്ങി അതൊക്കെ അല്ല, ഈ കാണുന്നവർക്ക് മാത്രമേ മനസ്സിന് വേദനയുള്ളൂ, അല്ലാതെ ചെയ്യുന്ന എനിക്ക് വേദനയില്ല. ഇല്ല, തീ ഒക്കെ വിഴുങ്ങുമ്പോൾ തീ വിഴുങ്ങുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഈ കുപ്പിച്ചില് കടിച്ച് പൊട്ടിച്ച് ചോര വരുന്ന കണ്ടാണ് നമുക്ക് ഇത്ര വിഷമം വന്നത്. ഇല്ല, അത് എനിക്ക് എന്താ പറയാ, എനിക്ക് വേദന ഈ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് പ്രാക്ടീസ് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട്. ഈ നാക്കൊക്കെ ഒന്ന് കാണിച്ചു, കാരണം തീയൊക്കെ ചോര വന്നപ്പോൾ നമുക്കൊരു വിഷമം തോന്നിയപ്പോ. ചോര വരുന്നതാണ് വിഷമം, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ട്യൂബ് ഭക്ഷണമായിട്ട് കഴിക്കാണല്ലോ. ഓ എന്റെ കൃഷ്ണ, ഞാനൊന്ന് ചോദിക്കട്ടെ, രാവിലെ ഹോട്ടലിൽ ചെന്ന് 4 ട്യൂബ്ലൈറ്റും 2 തേങ്ങയും 8 പന്തവും ചോദിക്കും. പക്ഷെ സഹോദര, സ്നേഹം കൊണ്ട് പറയുകയാണ്, ഒരു കൈ തരിക. താങ്കൾ ചെയ്യുന്ന ഒരു വർക്കിന് അതായത് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഏത് തരത്തിൽ വ്യത്യാസമായിട്ട് നിന്നാൽ ആൾക്കാർ ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു പ്രൊഫഷനാക്കി മാറ്റാം എന്നുള്ള ഒരു വലിയൊരു മനസ്സല്ല, വലിയൊരു കഴിവാണ്. അതിനെ നമ്മൾ പറയണം. പക്ഷെ കുട്ടികൾ പ്രത്യേകിച്ച് പറയുകയാണ്, അനുകരിക്കാൻ പാടില്ല, അനുകരിക്കാൻ ശ്രമിക്കരുത്. ചോര കാണുന്നത് നമുക്ക് എപ്പോഴും ഒരു അതൃപ്തി ഉണ്ടാക്കും. അതുകൊണ്ട് മാത്രമേ ഇത് പറഞ്ഞതേ ഉള്ളൂ. ഇത് തുടരണമെന്നും ഞാൻ പറയണില്ല. പിന്നെ അവനവനും മനസ്സിൽ ചില സന്തോഷം കിട്ടുന്ന കാര്യങ്ങളുണ്ടാവും. ഞാനിപ്പോ ഇത് മാത്രല്ല, ഒരു 8 ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ ഫുട്ബോൾ നമ്മൾ ഡാൻസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഈ ഒരു ധൈര്യം അതിൽ കാണിക്കും. അല്ല, എല്ലാത്തിലും ധൈര്യം കാണിച്ചാലേ നമുക്ക് എല്ലാത്തിലും ധൈര്യം കിട്ടുള്ളൂ. അത് ശരി. ഇതൊന്നും ചോദിച്ചിട്ട് നമുക്കാർക്കും പറ്റുന്ന കാര്യമല്ലല്ലോ. ആ പുള്ളി അഭിനന്ദനം വേണം. പ്രേം നസീറിന്റെ ശബ്ദത്തിൽ നിർത്താതെ പറയുന്നു, അതൊന്ന് കേൾപ്പിച്ചേ. കൗമാരത്തിന്റെ ആ ഒരു പക്കലൊക്കെ നമ്മുടെ ഷീല ചേച്ചിയോടും ആ ഒരു പാട്ടിന്റെ ഒക്കെ രംഗം വരുന്ന ടൈമിന് ഒരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പണ്ട് ഇപ്പോൾ ഈ കുഞ്ചാക്കോ ഭവനൊക്കെ ഷാലിനൊക്കെ ആയിട്ട് അഭിനയിച്ച ആ ടൈമിന് ഒരു ചിറകിൽ എന്നുള്ളൊരു പാട്ട്, ഒരു ചിറകിൽ മഴവില്ല് പിരിക്കും മനസ്സേ അശുക്രിയ, കുറിയിൽ കുയിലോതിപ്പാടും കുയിലേ അശുക്രിയ, ഒരു പാട്ടിന് കൂട്ടിന് പോരാം, മഴവില്ലുകൾ വാരി വിതയ്ക്കാം, നീല നിലാബിലേറാം, അശുക്രിയ അശുക്രിയ അശുക്രിയ. പിന്നെ വേറൊരു കാര്യം പറയാനിരിക്കാം, ഈ തേങ്ങ പൊതിച്ച് പ്രത്യേകിച്ച് കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിക്കുന്ന പല്ലും കൊണ്ടൊക്കെ പല്ലെന്ന് കാണിച്ച് ശരിക്കും വെള്ളം വെപ്പ്, ശരിക്കുള്ള പല്ലും കൊണ്ട് തന്നെ തേങ്ങ പൊതിക്കുക, അതൊക്കെ വലിയൊരു കാര്യമാണ്. അപ്പൊ ഇനിയും ഇതേപോലെ വരിക. പക്ഷെ കുപ്പിച്ചിലും കാര്യങ്ങളും അപകടകരമായ കാര്യങ്ങളും ഒഴിവാക്കി വേറെ ലെവലിൽ നമുക്കൊന്ന് നോക്കാം. ഇനി വരും അപകടകരമായിട്ടുള്ള കാര്യങ്ങളില്ലാതെ തന്നെ ഒരുപാട് ബ്ലഡ് ഇല്ലാണ്ട് അല്ലെ, ബ്ലഡ് ഇല്ലാണ്ട് നമുക്ക് ചോര നമുക്ക് കാണണ്ട. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 113 നമ്മുടെ എന്താ പറയാ എന്റർടൈൻമെന്റ് സെഗ്മെന്റ് കഴിഞ്ഞെന്ന് പറയാൻ പറ്റുന്നില്ല എനിക്ക്. പക്ഷെ എന്നാലും ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ എലത്തൂരുകാരുടെ പ്രതിനിധിയായിട്ട് ഒരാൾ ഇവിടെ വന്നു, ഒരു കലാകാരനെ പരിചയപ്പെട്ടു. ഇനി എന്റെ മുന്നിൽ ഇരിക്കുന്ന 2 വലിയ കലാകാരന്മാർക്ക് ഒരുപാട് അനുഭവങ്ങളും പാളിച്ചകളും കാണും ജീവിതത്തില്. പാളിച്ചകള് ശരി, ആദ്യമായിട്ട് പറ്റിയ ഒരു പാളിച്ചയെ പറ്റി നമുക്ക് കേൾക്കാം. കലാപനുള്ളപ്പോ നമ്മളൊരു പരിപാടിക്ക് പോയി. പരിപാടി വൈകിട്ടാണ്, കുറച്ച് നേരത്തെ നമ്മളവിടെ ചെന്നു. അപ്പോൾ അവിടെ ഒരു ഗ്രാമസഭ ആണ് ആ പരിപാടി, ആ സ്ഥലം ഗ്രാമസഭയാണ് ആ പരിപാടി നടത്തുന്നത്. അതിൻ്റെ ഒരു വ്യക്തിയുണ്ട്, പുള്ളിയാണ് ഓൾ ഇൻ ഓൾ പ്രസിഡന്റും പിന്നെ ഓൾ ഇൻ ഓൾ ആണ്. ഈ പ്രസിഡന്റ് കയറി പ്രസംഗിക്കാണ്. ഈ ഗ്രാമസഭ ഇവിടെ ഇത്രയും വലിയ നിലയിലെത്താൻ സാധിച്ചത് ഗ്രാമസഭയുടെ പ്രവർത്തകരുടെ ഗുണം കൊണ്ടിട്ടാണ്. ഗ്രാമസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രാമസഭയ്ക്ക് വേണ്ടി ഒരു ഹോസ്പിറ്റൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഗ്രാമസഭയ്ക്ക് വേണ്ടി ഒരുപാട് പ്രവൃത്തികൾ പലരും ചെയ്തിട്ടുണ്ട്. ഈ ഗ്രാമസഭയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ ഗ്രാമസഭയിൽ അങ്ങനെ പുള്ളി കംപ്ലീറ്റ് ഗ്രാമസഭയുടെ കാര്യങ്ങൾ തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ പുള്ളി പറഞ്ഞു, ഈ ഗ്രാമസഭയുടെ പരിപാടിക്ക് എറണാകുളത്ത് നിന്ന് കലാഭവൻ്റെ കുറേ ആർട്ടിസ്റ്റുകൾ വന്നിട്ടുണ്ട്, അവരെ കലാപരിപാടി ഉണ്ടാവും. ആ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ കമ്മിറ്റിക്കാരുടെ ഗ്രാമസഭയ്ക്ക് വേണ്ടി ഞാനൊരു ഗാനം ആലപിക്കുന്നതായിരിക്കും. ഗ്രാമസഭ ഗാനലയം. എന്താ കാര്യം അറിയാമോ? പുള്ളി ഈ ഗ്രാമത്തിന്റെ കാര്യം പറഞ്ഞു ഗ്രാമസഭയായി രാമകഥ പാടിയതാ. ഒരു ഒറ്റ ജനതീപിനെ അവിടെ കണ്ടിട്ടുണ്ട്. ഗണപതി ഭഗവാന്റെ കാര്യം പറയാൻ സൂക്ഷിച്ചു വേണം. എന്നാലും പക്ഷേ ഇത് അത്രയും പോപ്പുലർ ആയ ഒരു തമാശയാണ്. ഗണപതി ഭഗവാൻ ഈ പടം അത്ര ഹിറ്റാണ്. അപ്പൊ താഴെ ഇരുന്ന ഒരാൾ പറയും, ഒരാൾ പട ആദ്യ ഗാനം ആലപിക്കുന്നു ശ്രീകുമാർ, ഈ ഗാനം ഭക്തി ഗാനം ആലപിക്കുന്നു ശ്രീകുമാർ വന്നിരിക്കും. അപ്പൊ താഴെ പറയാണ് അടിപൊളി ഭഗവാനായി പോയതുപോലെയാണ് ഇപ്പൊ ഈ ഗ്രാമസഭയുടെ കാര്യം. ഇതുപോലെ അനുഭവം കൊല്ലത്ത് ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനം ചിരിക്കുന്നുണ്ട്, സ്ത്രീകളുടെ ഇടയിലാണെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് പെട്ടെന്നൊരു കരച്ചിൽ കേൾക്കുന്നു. പിന്നെ കൂട്ടക്കരച്ചിലായി. സംഭവം എന്താണെന്ന് അറിയാമോ? ഒരമ്മൂമ്മ ചിരിച്ചിരുന്നങ്ങ് മരിച്ചു.
കൊലയാളികളായില്ലേ ഞങ്ങള്. അവസാനം ഞങ്ങളവിടുന്ന് രക്ഷപ്പെടാൻ പെട്ട പാട്. അതൊക്കെ അടുത്തായിട്ട് ഇനി ഇതിലേറെ നിങ്ങൾക്ക് രസകരമായ കാര്യങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് നിങ്ങൾക്ക് പറയുന്നതിൽ മിടുക്കരാണ്. ചെറിയ ചെറിയ കുസൃതി തമാശകളുടെ ഒരു സെഗ്മെന്റ് ആണ് റാപ്പിഡ് ഫയർ സെക്ഷൻ കേട്ടോ. നമ്മുടെ അവസാന ഘട്ടത്തിലോട്ട് നമ്മൾ എത്തി. ആദ്യം ജോബിയോടാണ്, ജോബി ചേട്ടൻ്റെ അടുത്താണ്. അമിതാഭ് ബച്ചനും രജനീകാന്തിനും പറ്റാത്തൊരു കാര്യം ജോബിക്ക് ചെയ്യാൻ പറ്റി. ഉത്തരം. എനിക്ക് ആരുടെ കാലിന്റെ ഇടയിൽ കൂടെ പോകാം. അവർക്ക് പോകാൻ പറ്റുമോ? ആരുടെ കാലിന്റെ ഇടയിൽ കൂടെ എനിക്ക് പോകാൻ പറ്റും. അവർക്ക് പോകാൻ പറ്റുമോ? അതൊരു നല്ല ഉത്തരമാണ്. വേറൊരു കാര്യമുണ്ട്, എനിക്ക് ഞെളിഞ്ഞു നിന്ന് അവരോട് സംസാരിക്കാം. അതൊക്കെ സാധാരണ എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് ശരി. പക്ഷേ അവർക്ക് പറ്റാത്തൊരു കാര്യം ചേട്ടന് ചെയ്യാൻ പറ്റിയത് ചേട്ടന് 1-1-3 പങ്കെടുക്കാൻ പറ്റി. ഇനി അടുത്തത് നാരായണൻകുടി ചേട്ടൻ എടുത്താണ്. മലയാള സിനിമയിൽ ഏറ്റവും നല്ല പിച്ചക്കാരനായി അഭിനയിക്കുന്നതിന്റെ രഹസ്യം എന്ത്? ചേട്ടനോ ഒത്തിരി സിനിമ പിച്ചക്കാരനായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കട്ടെ പിച്ചക്കാരുടെ ആ ഒരു സ്റ്റൈല്. അമ്മ കൈകാലില്ലാത്തവനാണേ. അമ്മ എന്തെങ്കിലും തരണേ അമ്മ. അങ്ങനത്തെ ഒരു സാധനമുള്ളത്. അതായത് മാനത്തെ കൊട്ടാരത്തിൽ പിച്ചക്കാരനാണ് ഞാൻ. പിന്നെ മൂക്കിലെ രാജ്യത്ത് മുറിമൂക്കിലെ അതിനകത്ത് ഫുൾ പിച്ചക്കാരനാണ് ഞാൻ. അതെന്താണ് എന്റെ രഹസ്യം എന്താണ്? അല്ല അത് ആ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്ഥിരം പിച്ചക്കാരനായി. സാരല്ല കേട്ടാ. അടുത്ത ഹോളിവുഡിലേക്ക് സ്പൈഡർമാനായി അഭിനയിക്കാൻ അവസരം ലഭിച്ചാൽ എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നടത്തും? വീട്ടിൽ കെട്ടി ആദ്യം പ്രാക്ടീസ് ചെയ്യും. ഇങ്ങോട്ട് ഇങ്ങനെ കെട്ടിയല്ല, ഇങ്ങനെ കെട്ടി പ്രാക്ടീസ് ചെയ്യും. അതായിരിക്കും കൂടുതൽ സ്പൈഡർമാന്റെ ഏറ്റവും. പിന്നെ പാന്റിന്റെ മുകളിൽ ചെട്ടിയിട്ടുണ്ട്. അത് കലക്കി. ഇനി അടുത്തത് കടലിൽ ചെന്നാലും നായ നക്കിയെ കുടിക്കൂ എന്ന് ഇംഗ്ലീഷിൽ ചേട്ടൻ പറഞ്ഞാൽ മതി. ഡോഗ് ഡൗൺ ദ ഹെഡ് ആൻഡ് നക്കി കുടിക്കും. ഇൻ ദ ഓഷ്യൻ. ഓക്കേ, അത് കൊള്ളാം. അടുത്ത ജോബിച്ചേട്ടൻ്റെ അടുത്ത് ഭദ്രകാളിയും ബോക്സിങ്ങും തമ്മിലുള്ള ബന്ധം. ഭദ്രകാളിയും ബോക്സിങ്ങും രണ്ടിലും നാക്കൗട്ട് ഉണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി അടുത്തത് ചേട്ടൻ്റെ അടുത്താണ്. സിനിമാ ലോകത്ത് നിലനിർത്തുന്നത് സൗന്ദര്യമോ ശബ്ദ ഗാംഭീര്യമോ അഡ്ജസ്റ്റ്മെന്റോ? ഒന്ന് അഡ്ജസ്റ്റ്മെന്റ്, ഒന്ന് ശബ്ദം. എന്റെ ശബ്ദം ഗാംഭീര്യമാണ്, അറിയാലോ. ഭയങ്കര പ്രൗഢിയുള്ള സൗണ്ടില്ല. ശരി, അത് നല്ലൊരു ഉത്തരമാണ്. ഈനാം ബേച്ചിക്കും കൂട്ടുമാരപ്പെട്ടി ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. ഫ്രണ്ട് മരപ്പെട്ടി. നല്ല കൈയ്യടി കൊടുക്കാം നമ്മുടെ നാരായണൻകുട്ടി ചേട്ടനും ജോബി ചേട്ടനും.